ജമ്മു കാശ്മീരിൽ കുറച്ച് മുസ്ലിം കുട്ടികൾക്ക് സീറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് മാത്രം എന്താണ് ഒരു കോളേജ് തന്നെ കൂട്ടുന്നു. മധ്യപ്രദേശിൽ ഒരു സ്കൂള് അദ്ദേഹത്തിന്റെ സ്വന്തം ലാൻഡിൽ സ്വന്തം പൈസ 20 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നു. മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവിടുത്തെ ദളിത് കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ബുൾഡോസർ വെച്ചുകൊണ്ട് പൊളിച്ച് നീക്കുന്നു. ബനാറസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി, അതായത് ഒരു സൈക്കിൾ കടയാണ്, ഒരു റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് അത് പൊളിച്ചു നീക്കുമെന്ന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തു. പക്ഷേ ആ സ്റ്റേ നിലനിൽക്കെ തന്നെ എന്ത് ചെയ്തു, അത് പൊളിച്ചു നീക്കി. അതിനൊഴിവാക്കണമെന്നൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു സമ്മതിക്കാതെ ഈ പ്രകടനം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഈ ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുകയാണ് 2000 ഹൈന്ദവ സഹോദരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ അവർ അഭയം തേടിയിരിക്കുകയാണ് എന്ന് ആ സമയത്ത് ഇത് പറഞ്ഞതോടുകൂടി കലാപം അത് വ്യാപകമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹത്തിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പുറത്തു വന്നിരുന്നു തോക്കുമായി പിടിച്ചു നിൽക്കുന്ന ആസാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ളൊരു വിദ്വേഷ പ്രചാരണങ്ങളായിട്ടും വിദ്വേഷ പ്രകടനങ്ങളൊക്കെ ആയിട്ട് പല രൂപത്തിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം വിദ്വേഷ പ്രകടനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിലും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സെക്കുലർ സ്വഭാവത്തിലൊക്കെ അഭിമാനിക്കുന്നവരും ഒപ്പം അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം പൊതുവെ വിശ്വാസമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ നിലപാടുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അവന് സദൃഢമായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്ര ബോഡി എന്നുള്ള അർത്ഥത്തിൽ, ഒരു ദേശീയ ശരീരം എന്നുള്ള അർത്ഥത്തിൽ അത് സ്വാഭാവികമായും പ്രദാനം ചെയ്യുന്ന ചില നീതിബോധവും അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ അത് ഒരു ഭാഗത്ത് ബൗദ്ധികമായിട്ടുണ്ടാവും. ഇവിടെ ഇത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ നിരന്തരമായ പ്രസ്താവനകൾ വളരെ അനുസ്യൂതം നടക്കുകയും എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയും ചെയ്യുന്നത് കാണുമ്പോൾ എവിടെയൊരു ദുസ്സൂചന ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 2023 സുപ്രീം കോടതി ഇന്ത്യയിൽ സ്റ്റേറ്റുകൾക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. എന്താ വെച്ചാൽ ഒരു ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഹെയ്റ്റ് ക്രൈം ഈ രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുവോമോട്ടോ ആയിട്ട് എന്ത് ചെയ്യാം, കേസെടുക്കാം. അതിനൊരു പരാതിക്കാരൻ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ അത് നിർദ്ദേശം കൊടുക്കുന്നത് സ്റ്റേറ്റുകൾക്കാണ്. അപ്പോൾ സ്റ്റേറ്റുകൾ സ്വാഭാവികമായിട്ടും അത് എടുക്കേണ്ടതാണ്. അതാണിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത് സ്റ്റേറ്റിന് അതിന് അധികാരമുണ്ടെന്നർത്ഥം. പക്ഷേ ഇവിടെ സ്റ്റേറ്റിൻ്റെ സുപ്രീമോ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും അപ്പോൾ അത്രമാത്രം ഒരു തുറന്ന സമീപനം ഈ വിഷയത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പോട്ടെ, പരാതി കൊടുത്താലോ? 2024 ഈ കച്ചാർ ഡിസ്ട്രിക്റ്റിലെ പോലീസ് ചീഫിന് കൽപ്പന ഗുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ ഒരു പരാതി കൊടുത്തു. ജാർഖണ്ഡിൽ പോയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അപ്പോൾ അതിനെതിരെ ഇദ്ദേഹം ഒരു പരാതി കൊടുത്തു. ആ പരാതിക്കെതിരെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ അതിനെ ബ്രീഫ് ചെയ്തതിൽ ഒരാൾ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു, കേണൽ ആയിരുന്നു, ഓർമ്മ ഉണ്ടാവും. അവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടായി. അവർ പാകിസ്ഥാൻ്റെ ഇതാണെന്നൊക്കെ രീതിയിലൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നമ്മുടെ ഒരു രാജ്യസ്നേഹം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രൊഫസറായിട്ടുള്ള അലിഖാൻ മഹമ്മൂദാബാദ് 2 പോസ്റ്റ് ഇട്ടു. മറ്റു പലരും ചെയ്ത കൂട്ടത്തിൽ ചെയ്ത. പക്ഷേ അദ്ദേഹത്തിനെതിരെ 2 FIR വന്നു. മനസ്സിലാക്കണം, ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു രാജ്യസ്നേഹത്തിനെതിരെ സംസാരിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇടുന്നത്. അതിനെന്ത് ചെയ്യുന്നു, കേസ് വരുന്നു, FIR ചെയ്യുന്നു. ഒടുവിൽ കോടതി ഇദ്ദേഹത്തെ ഫ്രീ ആക്കി, സെറ്റ് ഫ്രീ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജാമ്യം അനുവദിച്ചു.
പക്ഷേ ഇദ്ദേഹത്തിൻ്റെ FIR ഇപ്പോഴും സ്ക്വാഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ കോടതി ഒരു കമൻറ്റും പറഞ്ഞു അത് അന്വേഷിക്കണം, കാരണം അതിനകത്തൊരു ഡോഗ് വിസിലുണ്ടോയെന്ന്. ഡോഗ് വിസിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല വെച്ചാൽ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു മെസ്സേജ് അതിനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെയൊക്കെയോ പ്രകോപിപ്പിക്കാനുള്ളൊരു ശ്രമം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് എതിരെയുള്ള കേസ് അവിടെ നിലനിൽക്കുന്നു എന്നാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് കോൾ ബാക്ക് ചെയ്യാം. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ത്രെട്ട് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇനി 2024 ഇപ്പോൾ തൊട്ടടുത്ത് നടന്ന സംഭവമാണ് നമ്മുടെ ഈ എന്താണ് UGCയുടെ റെഗുലേഷൻ ആക്ട് 2026 നമ്മൾ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ചർച്ച ചെയ്തിരുന്ന വിഷയം. ഇത് പിന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സുവമോട്ടോ അനുസരിച്ച് അത് കേസെടുത്തു. എന്നിട്ടിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്, ഇറ്റ് വിൽ ഡിവൈഡ് സൊസൈറ്റി എന്നാണ്. അപ്പോൾ ഒരു സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് നേരിട്ട് മനസ്സിലാക്കി നേരിട്ട് തന്നെ പരാതിക്കാരനായി അത് സ്വീകരിക്കുകയും ഇത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ആകാശത്ത് നിരന്തരമായിട്ട് കാർമേഘങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷം വിതറിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനങ്ങളോ സുപ്രീം കോടതി കാണുന്നില്ല എന്ന് വരുന്നതിൽ എന്തോ ഒരു അപകടം ഉണ്ട്. എന്തായാലും നമുക്കറിയാം, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രസ്താവനയല്ല, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രകടനമല്ല, അവസാനത്തേതാകാനും സാധ്യതയില്ല. ഇതിനകത്ത് കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം ഇദ്ദേഹം എന്തൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, ആസാമിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഗൺ ലൈസൻസ് കൊടുത്തു. എത്രമാത്രം ഒരു ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതങ്ങനെ തന്നെ എന്താണ് നിലനിൽക്കുന്നു, ചോദ്യം ചെയ്യപ്പെടാതെ. 2023 ഫ്ലഡ് ജിഹാദ് സാധാരണ രീതിയിൽ എന്താണ് എല്ലായ്പ്പോഴും ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാവലുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊക്കം എന്താണ്, മിയാ മുസ്ലിങ്ങൾ എവിടെയോ തടയണയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വെള്ളം തിരിച്ചു വിട്ടിട്ടാണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ ഉണ്ടായി. പച്ചക്കറിക്ക് വിലക്കയറ്റുണ്ടായി. അത് കൃത്രിമമായിട്ടുള്ള ക്ഷാമം ഈ ബംഗാളി മുസ്ലിങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടാണെന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഓഗസ്റ്റ് 14 2025 അദ്ദേഹം എന്താ വെച്ചാൽ വർത്തിയൊരു പ്രസ്താവന വെച്ചാൽ, ഇത്തരം മുസ്ലിങ്ങൾക്ക്, മിയാ മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കരുത്, അവരെ എങ്ങനെയാലും പുറത്തെന്ത് ചെയ്യണം, ആക്കണം. അത് പിന്നെ ഇപ്പോൾ അടുത്ത് വന്നൊരു പ്രസ്താവനയാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ബുദ്ധിമുട്ടിച്ചോളൂ. അതിനൊരു ഉദാഹരണം എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അവരുടെ ഓട്ടോകളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് പകരം 4 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പോലീസുകാരവരെ കൈകാര്യം ചെയ്തുകൊള്ളും. ലാൻഡ് ജിഹാദ്, ഇവിടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 10,620 കുടുംബങ്ങൾ ആസാമിൽ ഇത്തരത്തിൽ ഗവൺമെൻറ് ലാൻഡ് കയ്യേറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ റോക്കിബസ് ജമാൻ എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകൻ ഇതൊരു അന്വേഷണത്തിന് വിധേയമാക്കി. അപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ഫാക്റ്റ് എന്താ വെച്ചാൽ, ഈ പറയുന്ന ഇവർ ആരോപിക്കുന്ന ലാൻഡുകളെല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി സർക്കാർ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ പുറത്താക്കുന്നതിന് ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗം ഇത് എൻക്രോച്ച്ഡ് ലാൻഡാണ് എന്ന രൂപത്തിൽ മണിക്കാനുള്ള. ഇതിന് തെളിവ് ചെയ്തിട്ടുണ്ട്. 2025 ദുബ്രിയിൽ അദാനിയുടെ ഒരു പവർ പ്ലാന്റ് വരികയാണ്. ഒറ്റയടിക്ക് 1400ഓളം മുസ്ലിം കുടുംബങ്ങൾ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ലാൻഡ് ഒരുക്കി കൊടുക്കാൻ, മണ്ണൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മോഡാണ് ഗവൺമെൻറ് ലാൻഡ് കയ്യേറിയതാണെന്ന് ചെയ്യുക. പിന്നെ അദ്ദേഹം പ്രസ്താവമുണ്ട്, ഈ SIR വരുമ്പോഴെങ്കിലും 5 ലക്ഷം മുസ്ലിങ്ങളെ പുറത്താക്കും. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു നടപടിക്രമം തുടങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിൻ്റെ മുൻപ് തന്നെ അത്ര പ്രസ്താവന നടത്തുന്നത്? അപ്പോൾ വ്യക്തമായ ഉദ്ദേശത്തോടെ അത് ചെയ്യുമെന്ന് ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ ഞാൻ വെച്ചാൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ അപകടം ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണെന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഒരു വെള്ളാപ്പള്ളി നടേശനോ ഏതെങ്കിലും ഒരു സ്വാമിയോ അല്ല.
ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ 100% ജനങ്ങളുടെയും സംരക്ഷണത്തിന് ബാധ്യതയുള്ള ആളാണ്. അവിടുത്തെ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അദ്ദേഹമാണ്. അങ്ങനെയുള്ള ഒരാൾ പുരപ്പുറത്ത് കയറിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് സംസാരിക്കുമ്പോൾ അതിലിടപെടേണ്ടത് ആരാണ്? അല്ലേ? അവിടെയാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം കടയുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ മഹാത്മാഗാന്ധിനെ വെടിവെക്കുന്ന ഒരു സ്ത്രീയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു മുഖ്യമന്ത്രി തന്നെ ഒരു ഗണ്ണ് ഉപയോഗിച്ച് വന്ന് വളരെ മനോഹരമായിട്ട് AI ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുകയാണ്. ഇവിടെ അത് വംശഹത്യക്കുള്ളൊരു കൃത്യമായ ആഹ്വാനമാണ്. അല്ലെങ്കിൽ നമ്മൾക്കത് ഒരു സൂചന, അവിടെയാണ് ശരിക്കും ആ ഡോഗ് വിസിലിനേക്കാളും വലിയ വിസിൽ ഉണ്ടാവുന്നത്. ഇത് നടന്നു കഴിഞ്ഞിട്ടും അതിനെതിരെയും സുവമോട്ടോ ഉണ്ടാകുന്നില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. ഒരു മുഖ്യമന്ത്രി അത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമായ ഒന്നാണ്. അവിടെ അപ്പോൾ അതിൻ്റെ പേരിലൊരു കലാപമുണ്ടായാൽ, ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിലെ കലാപം ഉണ്ടായത് അത്തരമൊരു പ്രസ്താവനയില്ലെന്നാണ്. പക്ഷെ പിന്നെ അവസാനം പിടിക്കപ്പെടുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. 50 പേര് കൊല്ലപ്പെടുന്നു. അതിൻ്റെ മുഴുവൻ കുറ്റവും മുസ്ലിങ്ങളുടെ പേരിൽ ചെയ്യുന്നു. ഇപ്പോഴും ചിലരൊക്കെ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒമർ ഖാലിദിനെ പോലെയൊക്കെയുള്ള ആളുകൾ ജയിലിൽ തന്നെ കഴിയുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പ്രത്യക്ഷമായൊരു കലാപം പോലും ആയിരിക്കാം. ആ പ്രത്യക്ഷ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവും. ഏറ്റവും ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുമല്ലോ. ആ തിരിച്ചടിയിൽ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ജയിലിലടക്കാനും പുറത്താക്കാനും ബുൾഡോസർ ഉപയോഗിക്കാനും ഉള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഇത് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ കോടതിയുടെ ഒരു മൗനം നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയായാലും അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇത് ഇടപെടേണ്ട. ഇപ്പോൾ യോഗി ഇപ്പോൾ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള വിധി വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഗവായി അദ്ദേഹം തൻ്റെ ഈ ചീഫ് ജസ്റ്റിസ് അയക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ഏറ്റവും തനിക്ക് തൃപ്തി തരുന്ന നിലപാടായിട്ട് അല്ലെങ്കിൽ വിധിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെയാണ്. പക്ഷേ അതിനുശേഷം എന്താണ്, യോഗിക്കതൊരു പ്രശ്നമൊന്നുമില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ കാണുന്ന എന്താണ്, ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഇവരെ സംബന്ധിച്ചോളം കോൺസ്റ്റിറ്റ്യൂഷനോ നിയമമോ പാലിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിതൊക്കെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതേസമയം ഭരണകൂടങ്ങൾക്ക് പ്രത്യക്ഷമായി തന്നെ സുപ്രീം കോടതിയെയോ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ ധിക്കരിക്കുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഇത് കാണുമ്പോഴാണല്ലോ സുപ്രീം കോടതി ഇടപെടേണ്ടത്. കാരണം അതിൻ്റെ കസ്റ്റോഡിയൻസ്, നിയമത്തിൻ്റെ കസ്റ്റോഡിയൻസും കൂടെയാണല്ലോ അവർ. ആ നിലയ്ക്കത് ഇടപെടുന്നില്ല. ഇപ്പോൾ ഈ ഒരു മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ, അദ്ദേഹം പിന്നെ ഇതിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന മോഹിത് ചോപ്ര എന്ന് പറയുന്ന മറ്റൊരു ജിമ്മർ, അദ്ദേഹത്തിനെ ബജറംഗൾക്കാർ ആക്രമിക്കുകയും അദ്ദേഹം കരഞ്ഞുകൊണ്ടൊരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഈ മതേതരത്വത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്കെതിരെ ആക്രമണവും കേസുമൊക്കെ ഉണ്ടാവുകയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന. അപ്പോൾ രാമചന്ദ്ര ഗുഹ ഹിസ്റ്റോറിയനായിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഒരു മിഡീവൽ ബാർബേറിയനിസത്തിലേക്ക് ഇന്ത്യ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ ഒരു മനസ്സിലാക്കണം. അങ്ങനെ ഒരു ബാർബേറിയൻ സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുക, അവിടെ നരഹത്യയോ മനുഷ്യഹത്യയൊന്നും ഒരു നിലക്കൊരു പാപമല്ലാതെയായി മാറും. ആ രീതിയിൽ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ജമ്മു കാശ്മീരിൽ കുറച്ച് മുസ്ലിം കുട്ടികൾക്ക് സീറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് മാത്രം എന്താണ് ഒരു കോളേജ് തന്നെ പൂട്ടുന്നു. മധ്യപ്രദേശിൽ ഒരു സ്കൂള്, എന്താണ് ഇതിൻ്റെ പേര്, മുഹമ്മദ് എന്തോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം ലാൻഡിൽ സ്വന്തം പൈസ 20 ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടൊരു സ്കൂള് ഉണ്ടാക്കുന്നു. ആർക്ക് വേണ്ടി? മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവിടുത്തെ ദളിത് കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി. അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. എന്നാൽ അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ബുൾഡോസർ വെച്ചുകൊണ്ട് പൊളിച്ച് നീക്കുന്നു. അതായത് സംരക്ഷണം നൽകപ്പെടേണ്ട കാര്യങ്ങൾ ഇതിനൊന്നും തന്നെ സംരക്ഷണം നൽകുന്നില്ല. ഇപ്പോൾ ഈ എന്താണ് ബനാറസിൽ
സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി, അതായത് ഒരു സൈക്കിൾ കടയാണ്, ഒരു സൈക്കിൾ ഷോപ്പ്, ഒരു റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അത് പൊളിച്ചു നീക്കുമെന്ന് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പക്ഷേ ആ സ്റ്റേ നിലനിൽക്കെ തന്നെ എന്ത് ചെയ്തു, അത് പൊളിച്ചു നീക്കി. അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായി നോക്കുമ്പോൾ വെച്ചാൽ കോടതിയുടെ ഒരു ഓർഡർ പാലിക്കപ്പെടാതിരിക്കുമ്പോഴും കോടതി മൂകസാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ എന്താ ചിലപ്പോൾ നമ്മൾക്ക് ഇനി കാത്തു നിൽക്കാനില്ല. ഞാനതുകൊണ്ട് കൃത്യമായിട്ട് എന്താ പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റിമോണിയലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇനി കോടതികൾ ഇടപെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി കോടതികൾ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നില്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഗോഹട്ടി ഹൈക്കോർട്ടിൽ 10ഓളം പ്രമുഖരായിട്ടുള്ള ഈ അവിടുത്തെ നമ്മുടെ ആസാമിൽ 10ഓളം പ്രമുഖരായിട്ടുള്ള ആളുകൾ, അതിൽ IAS റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരു ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജഡ്ജുണ്ട്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള 10 പേര് ഗോഹട്ടി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉവൈസി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തുമെന്ന് എനിക്കറിയില്ല, പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പരാതി കിട്ടാത്തത് കൊണ്ടാണ് ഈ നടപടി എടുക്കാത്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പരാതികളും ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗോഹട്ടി ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ തങ്ങളുടെ തന്നെ വ്യക്തമായ നിലപാടുകൾക്കനുസൃതമായി കൊണ്ട് എന്തു നടപടിയാണ് ഇത്തരം ഒരു വ്യക്തിക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം വളരെ വളരെ വലുതാണ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ലൂപ്പ് ഹോളിലൂടെ അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ സമീപകാലത്ത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായി മാറിമറിയും. ഇപ്പോൾ SIRൽ നമ്മൾ കണ്ട ഒരു വിധി വളരെ നിരാശാജനകമാണ്. കാരണം മമത ഇപ്പോൾ എന്തൊക്കെ കാട്ടിയല്ല പോട്ടെ, പക്ഷെ മമത ഉന്നയിച്ചൊരു വിഷയമുണ്ട്. അതെന്തായിരുന്നു, ഇതിൽ പ്രത്യക്ഷമായ ഒരുപാട് ഈ നിയമവിരുദ്ധമായി ജനങ്ങളെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രക്രിയയാക്കി SIR മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, സൂചനകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. സ്വാഭാവികമായും കോടതി ആ വിഷയം പരിഗണിക്കണമല്ലോ, അതുകൂടെ പരിഗണിക്കണമല്ലോ. പക്ഷെ ഇവിടെ കോടതി എന്താ വെച്ചാൽ SIR തടയാൻ എന്ത് ചെയ്യില്ല, പറ്റൂല. മാത്രമല്ല അതിൻ്റെ ഓഫീസേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊള്ളുന്ന രീതിയിലാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ കോടതികൾക്ക് എത്രമാത്രം ഈ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് തുടർന്ന് പോയാൽ എന്തായാലും നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ആഘാതങ്ങളുണ്ടാകും. അത് മറ്റൊരു തലത്തിലേക്ക് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ജിബിക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ പറയുകയുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പോലും പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഒരു നിലപാടെടുക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാണ്. ഇതിങ്ങനെ വീണ്ടും ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ. പിന്നെ മറ്റൊരു വാദം പറയുന്നത് ഇത് പലതും കവറപ്പ് ചെയ്യാനുള്ള ഒരു പ്രതിഭാസമാണ് പുതിയ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിൽ ഈ വിദ്വേഷ പ്രചാരണം പൊതുവെ പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതെ. മാത്രമല്ല ഇപ്പോൾ കോടതികൾ കൃത്യമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിലിപ്പോൾ യോഗി ആദിത്യനാഥിന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു നിയന്ത്രണവുമില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കുറച്ച് മുമ്പ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിച്ച ഒരു പ്രഭാഷണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവിടെ ഖബർസ്ഥാനി നൽകുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് ശ്മശാനം വേണം. അതുപോലെ ഹോളിക്കും പിന്നെ റമദാനിനും പെരുന്നാളിനുമൊക്കെ ഇവിടെ വെളിച്ചമുണ്ട്, അതേപോലെ ഹോളിക്കും മറ്റുള്ള ആഘോഷത്തിനും വെളിച്ചം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പ്രീണനമാണ് ഇവിടെ നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനാണെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വിഭാഗീയതയുടെ സംസാരമാണ് വരുന്നത്. പിന്നീടുള്ള ഓരോ ശൈലിയും അങ്ങനെ തന്നെയാണ്. എന്നതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ നടന്നുള്ള ഒരു കലാപമുണ്ട്. ആ കലാപത്തിൽ അവിടുന്ന് പിന്നെ ശരിക്കും 2 യുവാക്കൾ അതിക്രൂരമായി കൊന്ന ഗുണ്ട നയിക്കുന്ന ഒരു യാത്ര പോവാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാദേശികരായ ആളുകൾ കൂടുതൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിങ്ങളാണ് ആ പ്രദേശത്ത്. അപ്പോൾ പ്രാദേശികരായ ആളുകൾ അതിനെ വിലക്കണമെന്നും അതിനൊഴിവാക്കണം എന്നൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇവർ സമ്മതിക്കാതെ ഈ പ്രകടനം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ പ്രതിഷേധം ഉയർത്തിയപ്പോഴൊക്കെ തന്നെ എന്താ വെച്ചാൽ ഈ ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുകയാണ് 2000 ഹൈന്ദവ സഹോദരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ അവർ അഭയം തേടിയിരിക്കുകയാണ് എന്ന് ആ സമയത്ത് ഇത് പറഞ്ഞതോടുകൂടി കലാപം അത് വ്യാപകമാണ്. ഇതൊക്കെ ഈ ഭരണരംഗത്ത് ഇരുന്നുകൊണ്ടാണ് ഇവരുടെയൊക്കെ സംസാരം. ഈ ആസാമിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് തോന്നും. ഇപ്പോൾ പൊതുവെ ആസാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ശരിക്കും ആസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ട്, മതങ്ങളുണ്ട്, അതേപോലെ വ്യത്യസ്ത ജാതികളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റാണ്. അതിപ്പോൾ ബർമ്മയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. മാത്രമല്ല ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇപ്പോൾ ഇവർ ഒന്ന് ഡിവൈഡ് ചെയ്യാന്നുള്ളത്. അതിൽ പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ കിഴക്കൻ ബംഗാളിൽ നിന്നും എന്ന് രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തു. അതിൽ കിഴക്കൻ ബംഗാളിനോട് ചേർന്നിട്ടാണ് ശരിക്ക് ആസാമിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു പ്രദേശമുണ്ട്. പിന്നെ ആ പ്രദേശം കൂടി അതിൽ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്ഥലത്തേക്ക്, അതായത് ആസാമിലേക്ക് കുടിയേറ്റമുണ്ടായി എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് ആരോപിക്കുന്നൊരു കാര്യം. അപ്പം അതിൽ പല കാരണങ്ങളും, ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ അവർ നടത്തിയിട്ടുള്ള ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്നത് മറ്റൊരു ഭാഗത്തു നിന്നാണ്, ബംഗാളിൽ നിന്നാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ടാണ് അവിടെ ജോലി ഏൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും നല്ല ഇടം എന്ന നിലക്ക് മറ്റുള്ള ആളുകൾ ചേക്കേറുന്നുമുണ്ട്. അങ്ങനെ ധാരാളം. അവസാനം അവിടെയുള്ള ആസാമീസുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു അവർ ന്യൂനപക്ഷർ ആവുകയും അതേപോലെ തന്നെ കടന്നുകയറ്റക്കാർ, കുടിയേറ്റക്കാർ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്നതിനെ പേടിച്ചപ്പോഴാണ് അവർ ഒരു വിമർശനത്തിനും അതേപോലെ ഒരു പ്രക്ഷോഭത്തിനും തയ്യാറായത്. അവിടെയുള്ള ആസു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് അതിന് മുന്നിൽ നിന്നത്. അങ്ങനെ ശക്തമായ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭങ്ങളിലൊന്നും ഒരിക്കലും മുസ്ലിം അതുപോലെ ഹിന്ദു ഡിവിഷൻ അവിടെ ഇല്ല. അത് ആസാമികളും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. അവസാനം ഒരു കോൺഗ്രസ് 1960 ഒരു കോൺഗ്രസിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ശക്തമായി ആസാമികൾക്ക് വേണ്ടി സംസാരിച്ചു. മാത്രമല്ല ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള ആളുകളെ തിരിച്ചയക്കുകയും ചെയ്തു. അന്ന് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റു അദ്ദേഹത്തോട് പറഞ്ഞു ചെയ്യരുത്, അവരെ തിരിച്ചയക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ സമ്മതിച്ചില്ല. അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ആഗ്രഹം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, മുസ്ലിങ്ങളാണ് ഇവർ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഹിന്ദുക്കളാണ് എന്നൊരു ഡിവിഷൻ അവിടെ വന്നിട്ടില്ല. മാത്രമല്ല ഒരു ചെറിയൊരു പ്രദേശമുണ്ട് ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം. അവരും ഇതേപോലെ അഭയാർത്ഥികളായി വന്ന ആളുകളാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ മറ്റുള്ള സ്ഥലങ്ങൾ ബർമ്മയിൽ നിന്നാവട്ടെ അതേപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുറേ ആളുകൾ വന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഒറ്റപ്പെട്ടു പോയൊരു പ്രദേശത്തുള്ള ഹിന്ദുക്കൾ മാത്രം അവരൊറ്റപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ഹിന്ദുക്കളാണ്. എന്നാൽ ആ നിലക്ക് ഒരിക്കൽ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവ് കാണിക്കാതെയായിരുന്നു പ്രക്ഷോഭങ്ങളും മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നീട് ബി ജെ പി എന്ന് പറഞ്ഞാൽ 1947 ശേഷം തന്നെ ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിന് അവർ വഴങ്ങി കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് BJP ഇറങ്ങി നിരന്തരമായ പരിശ്രമത്തിനിടയിലാണ് അവർക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കിയത്. കഴിഞ്ഞ ഇതിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ് അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം. ആ പ്രശ്നത്തെ കൃത്യമായി കണ്ട് അവിടെയുള്ള ജനങ്ങൾ മൊത്തം ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലെയുള്ള അപകടകാരികളെ പുറത്താക്കുന്നത് വരെ സമാധാനം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പം നെല്ലി കൂട്ടക്കൊല നടന്നുണ്ട്. അവിടെയുള്ള നെല്ലി പ്രദേശത്തുണ്ടായ ഒരു കലാപമുണ്ട്. ആ കലാപത്തിൽ 10,000-ഓളം മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. ആ കലാപത്തിലും യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ ഒരു മുസ്ലിങ്ങൾ ആ വിഭാഗം ആളുകൾ നുഴഞ്ഞു കയറി എന്ന കുറ്റം കാരണമായിട്ടാണ് അവർ പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ ആസാമിൻ്റെ ആ ഒരു പുറന്തള്ളലിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാക്കുന്ന വിദ്വേഷം കൂടി നമുക്ക് ബോധ്യപ്പെടുക. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇതൊരു
പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അത് കേവലം ഒരു ഇന്നത്തെ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തേക്ക് അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതാണ് സ്പോട്ട് ലൈറ്റിലൂടെ പറഞ്ഞു വെക്കാനുള്ളത്.